കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആരംഭിച്ച ലേഔട്ടാണ് നമ്മൾ തുടരുന്നത്. ഈ വീഡിയോയിൽ ഈ ഡിസൈൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ലെയർ പാലറ്റ് നോക്കുന്നിട്ട് നോക്കാം. നമുക്ക് ഗൈഡ് ലെയർ ഉണ്ട്. ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ലെയർ ഇവിടെ ലെയർ 2 ആണ്. ഗൈഡ് ലെയർ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ടെക്സ്റ്റിനെ കൊണ്ടുവരണം. ഇവിടെ ടെക്സ്റ്റ് ബോക്സസ് ഉണ്ട്, ടെക്സ്റ്റ് കൊണ്ടുവരണം. പിന്നെ പ്രധാനമായും ഈ ഇമേജിനെ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യണം, ലോഗോ ഇമ്പോർട്ട് ചെയ്യണം, പിന്നെ നമുക്കിതിനെ ലേഔട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായി ഞാൻ ഈ ഇമേജിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനായി ഞാൻ ആദ്യം ഒരു ബോക്സ് എടുത്ത് റെക്ടാങ്കിൾ ബോക്സ് എടുത്തിട്ട് ആ ബോക്സിലേക്ക് ആ ഇമേജിനെ ഇവിടെ കൊണ്ടുവരികയാണ്. റെക്ടാങ്കിൾ ബോക്സ്, ഇതിന് നമ്മുടെ ടൂൾ പാലറ്റിൽ റെക്ടാങ്കിൾ ബോക്സ് ഉണ്ട്, അതിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ട്. സബ് ഡിവിഷൻസിൽ എലിപ്സ് ടൂൾ ഉണ്ട്, പോളിഗണൽ ടൂൾ ഉണ്ട്. എലിപ്സിൻ്റെയും പോളിഗണൽ ടൂളിൻ്റെയും ഒക്കെ ഉപയോഗങ്ങൾ നമ്മൾ വഴിയെ കൂടുതലായി മനസ്സിലാക്കുന്നതായിരിക്കും. ഇപ്പോൾ റെക്ടാങ്കിൾ ടൂൾ M ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണ് എൻ്റെ ആഡിൻ്റെ യഥാർത്ഥ സൈസിലേക്ക്. ഇത് നമ്മൾ വരയ്ക്കുന്നതിന് ഇപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ വ്യൂവിൽ ഗ്രിഡ്സ് ആൻഡ് ഗൈഡ്സിൽ നമുക്ക് സ്നാപ്പ് ടു ഗൈഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായി നമുക്ക് നമ്മുടെ ഗൈഡ്സിലൂടെ തന്നെ നമുക്ക് ഇതിനെ വരയ്ക്കാവുന്നതായിരിക്കും. അതായത് നമ്മുടെ ലൈൻ കേഴ്സർ ആ ഗൈഡ്സിലേക്ക് സ്നാപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നമുക്ക് മാറിപ്പോകില്ല. കറക്റ്റ് ഗൈഡ്സിൽ തന്നെ നമുക്ക് ആ ബോക്സ് വരയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി ഞാൻ ആ ഇമേജിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. Ctrl+D അല്ലെങ്കിൽ Command+D ഓൺ മാക്. എൻ്റെ ഇമേജ് ഉള്ളത് CNR ആഡ് ഫോൾഡർ, അതിൽ ലിങ്ക്സിൽ ആഡ് ന്യൂ 1 PSD. ഇപ്പോൾ ഞാൻ ആ ബോക്സിലേക്ക് ആ ഇമേജിനെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അത് യഥാർത്ഥ പൊസിഷനിൽ തന്നെ ആണോ എന്നത് എനിക്ക് അറിയണം. അതിന് ഞാൻ അതിൻ്റെ ട്രാൻസ്പെറൻസിയിൽ ഒപ്പാസിറ്റി അല്പം കുറച്ച് ഒന്ന് പരിശോധിച്ച് നോക്കണം. അല്ല, അതിൻ്റെ യഥാർത്ഥ പൊസിഷൻ അല്ല അത് വീണിരിക്കുന്നത്. ആ ഇമേജ് അല്പം വലുതാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ യഥാർത്ഥ പൊസിഷനിൽ തന്നെ നിർത്തേണ്ടതുണ്ട്. അതിനിവിടെ ഇത് കൺട്രോൾ പാലറ്റിൻ്റെ മുകളിലായി ഫിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതുമല്ലെങ്കിൽ വിൻഡോ ഒബ്ജക്റ്റിൽ ഫിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഫിൽ ഫ്രെയിം പ്രൊപ്പോർഷനേറ്റ്ലി അതായിരിക്കാം. ഇപ്പോൾ അത് കറക്റ്റ് ആയിരിക്കുകയാണ്. ആ ചിത്രം മുൻപുണ്ടായിരുന്ന അതേ പൊസിഷനിൽ അതേ വലിപ്പത്തിൽ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റി 100% ആക്കാം. ഇല്ല, ഞാൻ ഇപ്പോഴത് ആക്കുന്നില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഞാനത് 100% ആക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ടെക്സ്റ്റിൻ്റെ ഗൈഡ് ലെയർ കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിട്ട് ഇടുന്നു. എന്നിട്ട് സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ഞാൻ അതിനെ ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. അതേ ലെയറിൽ തന്നെ വെച്ചുകൊണ്ട് ഞാൻ അതിനെ ലോക്ക് ചെയ്യുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇനി ടെക്സ്റ്റും മറ്റ് എലിമെന്റ്സും ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് അതിനെ വർക്ക് ചെയ്യുമ്പോൾ അറിയാതെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഈ ഇമേജിന്റെ പൊസിഷൻ മാറിപ്പോകരുത്. അതുകൊണ്ട് ഞാനിതിനെ ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. അതിന് ലോക്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് Ctrl+L ആണ്. മാക്കിൻടോഷിലാണെങ്കിൽ Command+L. അതല്ലെങ്കിൽ ഞാനിപ്പോൾ അൺഡു ചെയ്യുന്നു, ഒബ്ജക്റ്റ് ലോക്ക്. അങ്ങനെയും നമുക്കതിനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഈ ഇമേജിനെ ഇവിടെ നിന്നും മാറ്റാൻ സാധിക്കുന്നതല്ല, ഇത് മൂവ് ചെയ്യുന്നതല്ല. ഓക്കെ, ഇനി ഞാൻ ഇതിന് ടെക്സ്റ്റിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇമേജിനെ ഇമ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിനെയും ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ Ctrl+D ഓർ Command+D. എൻ്റെ എക്സർസൈസ് ഫോൾഡറിൽ ആ ടെക്സ്റ്റ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ഇതാ, അത് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, അതേ ലെയറിൽ തന്നെയാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇമേജുമായി അതിന് ബന്ധവുമില്ല. ഞാൻ W പ്രസ് ചെയ്തിട്ട് അതിൻ്റെ നോർമൽ വ്യൂവിൽ കൊണ്ടുവന്നിട്ട് ആ ടെക്സ്റ്റിനെ ഞാൻ നമ്മുടെ ഡിസൈനിന് പുറത്തേക്ക്, പേജിന് പുറത്തേക്ക് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ ക്യാപ്ഷൻ മാത്രം എടുത്തിട്ട് ഞാനതിനെ അവിടെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് സൂം ചെയ്തു. Ctrl+ അല്ലെങ്കിൽ Command+ ആണ് സൂമിനുള്ള ഷോർട്ട് കട്ട്. ഇവിടെ ഞാൻ അതിൻ്റെ ക്യാപ്ഷൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. Ctrl+X ആണ് കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ടൈപ്പ് ടൂളിൽ തന്നെയാണ് നിൽക്കുന്നത്. ടൈപ്പ് ടൂളിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ആൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ടൂളിലേക്ക് ഓട്ടോമാറ്റിക്കായി മൂവ് ചെയ്യാവുന്നതാണ്. ആൾട്ട് റിലീസ് ചെയ്തു. ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ എടുക്കുന്നു, അതിന് പ്ലേസ് ചെയ്യുന്നു. Ctrl+V. ആ ടെക്സ്റ്റിനെ ഞാനിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്കതിനെ ഫോർമാറ്റ് ചെയ്യേണ്ടതുണ്ട്, ഫോണ്ട് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിന് ഫോണ്ടിൻ്റെ ക്യാരക്ടർ പാലറ്റ് എനിക്ക് എടുക്കേണ്ടതുണ്ട്. ഞാൻ തൽക്കാലം ലെയർ പാലറ്റ് അടയ്ക്കുന്നു, ക്യാരക്ടർ പാലറ്റ് എടുക്കുന്നു. ഇവിടെ ഈ സ്റ്റാക്കിംഗ് ഓർഡറിൽ ക്യാരക്ടർ പാലറ്റ് ഉണ്ട്, ക്യാരക്ടർ. അതല്ലെങ്കിൽ എനിക്കതിൻ്റെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം, Ctrl+T ഓർ Command+T. അതുമല്ലെങ്കിൽ എനിക്ക് ഇവിടെ ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ ക്യാരക്ടർ കിട്ടുന്നതാണ്. അങ്ങനെയും അതിനെ എടുക്കാവുന്നതാണ്. ഇനി ഇതിനെ ഞാൻ ഫോർമാറ്റ് ചെയ്യുകയാണ്. ഫോർമാറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫോണ്ട് ഏതാണെന്ന് ആദ്യം പരിശോധിക്കുക. ഇത് ഒറിജിനൽ ഫോണ്ട് ഇട്ടിരിക്കുന്നത് ഹെൽവെറ്റിക്ക. ഇതിൽ രണ്ട് ഒരേ ഫോണ്ട്, ഒരേ ഫാമിലിയിലുള്ള ഫോണ്ട് ആണെങ്കിലും ഇമോഷണൽ എന്ന വേർഡ് ലൈറ്റ് കണ്ടൻസറാണ്. പാർട്ട്ണർഷിപ്പ് എന്ന വേർഡ്
ബോൾഡ് കണ്ടൻസറാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് അതിനെ ഫോർമാറ്റ് ചെയ്യേണ്ടി വരും. ലൈറ്റ് കണ്ടൻസർ, ഹെൽവെറ്റിക്ക ലൈറ്റ് കണ്ടൻസറാണ്. അതിൻ്റെ പോയിന്റ് സൈസസ് ഇവിടെ ടി, ചെറിയ ടിയും വലിയ ടിയും കാണുന്ന തരത്തിലാണ് അതിൻ്റെ പോയിന്റ് സൈസ്. ബൈ ഡിഫോൾട്ട് അത് 12 പോയിന്റ് ആണ്, 12 പോയിന്റ് ആണ് കിടക്കുന്നത്. നമുക്ക് ഈ റെക്ടാംഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ട്രയാംഗിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈ ഡിഫോൾട്ട് ഇത്രയും 72 പോയിന്റ് വരെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ എത്ര പോയിന്റ് ആണെന്ന് കൃത്യമായി അറിയാമെങ്കിൽ നമുക്കത് ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് എത്ര പോയിന്റ് ആണെന്ന് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ അപ്പർ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതായി വരുന്നതാണ്. ഇതാ, നമുക്കവിടെ എടുത്തു വെച്ച് നോക്കാം. രണ്ട് പോയിന്റ് കൂടി വലുതാക്കാമെന്ന് തോന്നുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ ഇൻഡിസൈനിൽ ഒരു കർസർ ഇവിടെ എവിടെയെങ്കിലും വെച്ചതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് സെലക്ട് ആവുന്നതാണ്. അത് 3 ക്ലിക്കാണെന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫ് അല്ലെങ്കിൽ ആ സെന്റൻസ് ആകെ സെലക്ട് ആവുന്നതാണ്. ഒന്നുകൂടി പറയാം, അതിനെ ഡബിൾ ക്ലിക്ക് ആണെങ്കിൽ ആ വേർഡ് മൊത്തത്തിലും 3 തവണ, ട്രിപ്പിൾ ക്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫ് മൊത്തത്തിലും ക്ലിക്ക് ആവുന്നതാണ്, സെലക്ട് ആവുന്നതാണ്. ഇനി ഞാൻ ആ വേർഡ് മാത്രം സെലക്ട് ചെയ്യുന്നു, 2 പോയിന്റ് കൂടി കൂട്ടുന്നു. ഓക്കെ, 25 പോയിന്റ്സ്. നൗ ഇറ്റ് ഇസ് ഓക്കെ. ഇനി എനിക്ക് പാർട്ട്ണർഷിപ്പ് എന്ന വേർഡാണ് മാറ്റേണ്ടത്. അത് ബോൾഡ് കണ്ടൻസറാണ്. ബോൾഡ് കണ്ടൻസർ, ഹെൽവെറ്റിക്ക ബോൾഡ് കണ്ടൻസറാണ്. അതിനും ഈ പറഞ്ഞ പോലെ പോയിന്റ് സൈസ് കൂട്ടേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ അത് വളരെ വലുതായിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം അതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ അലൈൻമെൻറ്റ് ഞാൻ സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു, അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കുന്നു. ഇപ്പോഴത് ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ്. ഒരു പോയിന്റ് കൂടി കൂട്ടാമെന്ന് തോന്നുന്നു. യെസ്, ഇപ്പോഴത് കറക്റ്റ് ആയിരിക്കുകയാണ്. ഇനി അതിൻ്റെ ലെഡിങ്ങിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ലെഡിങ് ഇത് ഇവിടെ ക്യാരക്ടർ പാലറ്റിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് കാണുന്ന ബോക്സ് ആണ്. ഇപ്പോൾ 30 ആണ്, 30 പോയിന്റ് ആണ് അതിൻ്റെ ലെഡിങ്. എനിക്ക് അല്പം കുറയ്ക്കാമെന്ന് തോന്നുന്നു. യെസ്, ഇറ്റ്സ് ഫൈൻ. ഇപ്പോൾ ആ ക്യാപ്ഷൻ 2 വരികൾ നമ്മൾ ഫോർമാറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വീണ്ടും സെലക്ഷൻ ടൂൾ എടുക്കുന്നു. ഇപ്പോൾ പുറത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ പുറത്ത് കാണുന്ന ഈ ടെക്സ്റ്റ് ബോക്സിന് ചുറ്റും കാണുന്ന ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനെ നമുക്ക് ചെറുതാക്കുകയോ അതല്ലെങ്കിൽ അതിനെ ടെക്സ്റ്റിൻ്റെ അതേ സൈസിൽ തന്നെ ആക്കുകയോ ചെയ്യാം. ഇവിടെ ഈ റൈറ്റ് ബോട്ടം സൈഡിൽ കാണുന്ന ഈ കോർണറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബോക്സ് ആ ടെക്സ്റ്റിൻ്റെ അതേ വലിപ്പത്തിൽ തന്നെ ആയിരിക്കുകയാണ്. ഇനി ആ ബോക്സിനെ എനിക്ക് ഹൈഡ് ചെയ്യാം. ഇവിടെ കാണുന്ന ആ ടെക്സ്റ്റ് ഫ്രെയിമിനെ എനിക്ക് ഹൈഡ് ചെയ്യാവുന്നതാണ്. വ്യൂവിൽ എക്സ്ട്രാസിൽ ഹൈഡ് ഫ്രെയിം എഡ്ജസ്, അതിന് ഒരു ഫ്രെയിം എഡ്ജസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ആ എഡ്ജസ് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ അതിന് നമുക്ക് ഹൈഡ് ചെയ്യാവുന്നതാണ്. ഞാൻ Ctrl+0 ഫിറ്റിംഗ് കൊടുക്കുന്നു. ഇനി അടുത്തതായി ഈ ഭാഗത്ത് അതിനൊരു ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ് ഉണ്ട്. ഈ ചിത്രത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണത്, ഈ ഇമേജിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റാണത്. ആ ടെക്സ്റ്റ് ഞാൻ എടുക്കുന്നു. അതായത് ഹാംലെസ് പെസ്റ്റ് മുതൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അവിടെ വരെയുള്ള ടെക്സ്റ്റിനെ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്ത് സെലക്ട് ചെയ്തെടുക്കാൻ എനിക്ക് ഇപ്പം ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. എനിക്കത് കൂടാതെ ഈ ഫസ്റ്റ് ലെറ്ററിൻ്റെ ആദ്യം തന്നെ പാരഗ്രാഫിൻ്റെ ആദ്യം തന്നെ ഈ കർസർ വെച്ചതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എവിടെ വരെ വേണോ അവിടെ ഞാൻ ഈ കർസറിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം സെലക്ഷൻ ആവുന്നതാണ്. ഞാൻ അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുന്നു. വീണ്ടും ഇപ്പോൾ ടെക്സ്റ്റ് ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ആ പൊസിഷനിലേക്ക് മാറുന്നു. ഇവിടെ വീണ്ടും ടെക്സ്റ്റ് ടൂൾ തന്നെയാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. ഞാൻ ഡ്രാഗ് ചെയ്ത് ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുന്നു, അവിടെ പ്ലേസ് ചെയ്യുന്നു. Ctrl+V ഓർ Command+V. ഇപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സിൽ ആ ടെക്സ്റ്റ് മുഴുവനായി വന്നിട്ടില്ല, അല്ലെങ്കിൽ അത് ഹൈഡ് ആയിരിക്കുകയാണ്. മുഴുവനായി നമുക്ക് കാണാൻ കഴിയുന്നില്ല, അത് ഹൈഡ് ആയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സിമ്പിൾ നമുക്ക് ഇവിടെ കാണാം. ടെക്സ്റ്റ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചുവന്ന ബോക്സ് കാണാം, അതിലൊരു ചുവന്ന ക്രോസും കാണാം. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ഓവർസെറ്റ് എന്നാണ് അതിന് പറയുക. ഇതിൻ്റെ ബാലൻസ് ടെക്സ്റ്റ് ഈ ബോക്സിൽ ഹൈഡ് ആയിരിക്കുകയാണ്. അതായത് ഈ മൊത്തം ടെക്സ്റ്റിനെ ഈ ബോക്സിൽ ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് ടെക്സ്റ്റ് അവിടെ തന്നെ ഉണ്ട്, പക്ഷേ അത് ഹൈഡ് ആയിരിക്കുകയാണ്. അതിന് മറ്റൊരു വാർണിംഗ് നമുക്കിവിടെ തരുന്നുണ്ട്. ഡിസൈൻ അങ്ങനെ ഒരു വാർണിംഗ് തരുന്നുണ്ട്. ഇവിടെ ഈ താഴെ ഭാഗത്തു
എറർ 1 എറർ എന്ന് കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇതിൻ്റെ പ്രീ ഫ്ലൈറ്റ് ഓപ്ഷൻസ് വരും. പ്രീ ഫ്ലൈറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് കൂടുതലായി വരുന്ന അധ്യായങ്ങളിൽ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് എന്താണ് ആ എറർ എന്ന് കാണിക്കുകയാണ്. ടെക്സ്റ്റാണ് എറർ. ഓവർസെറ്റ് ടെക്സ്റ്റ് ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് ഫ്രെയിം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെയാണ് ആ ഓവർസെറ്റ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ്. തൽക്കാലം ഞാനത് ക്ലോസ് ചെയ്യുന്നു. സൂം ടൂൾ എടുക്കുന്നു, അത് സൂം ചെയ്യുന്നു, അതിനെ ടെക്സ്റ്റ് ബോക്സിനെ നമ്മൾ വലുതാക്കുന്നു. ഇതാ ഇപ്പോഴത് ആ 1 എറർ എന്നുള്ളത് മാറി അവിടെ നോ എറേഴ്സ് എന്നുള്ള ഗ്രീൻ ബട്ടൺ തെളിഞ്ഞിരിക്കുന്നു. എറർ ഉണ്ടെങ്കിൽ അത് റെഡ് ബട്ടൺ ആയിരിക്കും, എറേഴ്സ് ഇല്ലെങ്കിൽ അത് ഗ്രീൻ ബട്ടൺ ആയിരിക്കും. ഇനി ഈ ടെക്സ്റ്റിനെ എനിക്ക് ഫോർമാറ്റ് ചെയ്യണം. ഞാൻ കൺട്രോൾ എ എടുത്ത് മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കൺട്രോൾ എ സെൻട്രൽ അലൈൻമെന്റ് ആക്കുന്നു. എനിക്ക് ഈ ടെക്സ്റ്റ് സെൻട്രൽ അലൈൻമെന്റിലാണ് കിടക്കുന്നത്. അതിനെ എനിക്ക് സെൻട്രൽ അലൈൻമെന്റ് ആക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ ഷിഫ്റ്റ് കൺട്രോൾ സി ഷിഫ്റ്റ് കമാൻഡ് സി ഇൻ മാക്കിൻടോഷ്, അതല്ലെങ്കിൽ ഞാൻ അൺഡു ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇവിടെ ഈ കൺട്രോൾ പാനലിൽ ഇതാ പാരഗ്രാഫിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പോയാൽ നമുക്ക് ഈ നടുവിൽ കാണുന്ന അതിന്റെ സിമ്പൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻട്രൽ അലൈൻമെന്റ് ആകുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റാക്കിംഗ് ഓർഡറിൽ ഇവിടെ പാരഗ്രാഫിന്റെ മെനു ഉണ്ട്. പാരഗ്രാഫ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫ് മെനു നമുക്ക് കിട്ടുന്നതാണ്. അവിടെയും ഇത് തന്നെയാണ്. ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് അതിൽ വരുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഇനി എനിക്ക് ഈ ടെക്സ്റ്റിന്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇത് ഹെൽവെറ്റിക്ക ലൈറ്റ് ഫോണ്ടാണ്, അല്ലെങ്കിൽ ഹെൽവെറ്റിക്ക തിൻ ഫോണ്ട്, തിൻ ഇറ്റാലിക്സ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കതിനെ തിൻ ഇറ്റാലിക്സ് ആക്കേണ്ടി വരുന്നു. ഞാനതിനെ വീണ്ടും ഓൾ സെലക്ഷൻ കൊടുത്തു, ക്യാരക്ടർ പാലറ്റ് എടുക്കുന്നു. ഹെൽവെറ്റിക്ക എന്നാണ് ഫോണ്ട് കിടക്കുന്നത്, പക്ഷേ എനിക്ക് അതിനെ തിൻ ഇറ്റാലിക്സ് ആക്കേണ്ടി വരും. തിൻ ഇറ്റാലിക്സ് അതിൻ്റെ കണ്ടൻസറുമാണത്. കണ്ടൻസർ ലൈറ്റ് ഇറ്റാലിക്സ് അതായിരിക്കും കൂടുതൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. പോയിന്റ് സൈസ് കുറയ്ക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ അതൊരു 10 പോയിന്റ്, ചിലപ്പോൾ 8 പോയിന്റൊക്കെ ആയിരിക്കും അതിൽ കിടക്കുക. നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനതിനെ ആ സൈസിലേക്ക് ഫോർമാറ്റ് ചെയ്യുകയാണ്. നമുക്ക് അതിനെ കൂടുതൽ വ്യക്തമായി കാണുന്നതിന് വേണ്ടി ഗൈഡ് ലെയറിന്റെ കപ്പാസിറ്റി നോക്കാം. നമുക്ക് നമ്മുടെ ലെയർ പാലറ്റ് എടുത്തു കഴിഞ്ഞാൽ വിൻഡോ ലെയേഴ്സ്, അതിൽ ആ ലെയറിനെ അൺലോക്ക് ചെയ്തതിന് ശേഷം ആ ലെയർ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പാസിറ്റി നമ്മൾ 20% എന്നുള്ളത് ഒരു 30% അല്ലെങ്കിൽ 100% തന്നെ ആക്കി നമ്മൾ നോക്കുന്നു. ഇപ്പോൾ നമുക്കത് വ്യക്തമായി കാണാവുന്നതാണ്. ഇനി നമ്മളുടെ മറ്റു ലെയറിലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ലെയറിലാണോ ആ ലെയറിൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ആവുന്നതാണ്. ഇനി നമുക്ക് അതിൽ ഒന്ന് വെച്ച് നോക്കാം. ഇനിയും ചെറുതാക്കേണ്ടതുണ്ട്. ഇപ്പോൾ 9 പോയിന്റ് ആണ് കിടക്കുന്നത്, അതൊരു 8 പോയിന്റ് ആക്കാവുന്നതാണ്. ഇനി നമ്മുടെ ബ്രേക്കിംഗ്, ആദ്യത്തെ ബ്രേക്കിംഗ് കറക്റ്റ് തന്നെയാണ്, സെക്കൻഡ് ലൈനും കറക്റ്റ് തന്നെയാണ്, മൂന്നാമത്തെ ലൈനും കറക്റ്റ് തന്നെയാണ്. ബട്ട് ദ ഇംപാല ആൻഡ് ഇത് അവസാനിക്കുന്നത് ഇഫ് ദ ഗസ്റ്റ്. ഇവിടെ ഈ ലൈനിൽ ആണ് വേർ എ പാന്തർ എന്ന വേർഡാണ് അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ആ ഓർ എ താഴെ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ താഴെ എടുത്തപ്പോൾ സ്പേസ് ഇവിടെ കൂടുതൽ വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് പാരഗ്രാഫ് പോകേണ്ടി വരുന്നുണ്ട്. പാരഗ്രാഫ് എടുക്കുന്നു. ഇവിടെ ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം, ടോപ്പ് എല്ലാ സ്പേസസും നമുക്ക് 0 ആക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ബോട്ടം മാത്രം എത്രയോ സ്പേസ് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അത് കൂടുതൽ സ്പേസ് വന്നത്. അത് നമ്മൾ 0 ആക്കുന്നു. ഓക്കെ, ഇപ്പോൾ അത് കറക്റ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഫോർമാറ്റിംഗ് നോക്കാം. ഇവിടെ വെച്ച് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ലൈൻ ബ്രേക്ക് ചെയ്തു. ഇനി അന്തർ ദിസ്. ഓക്കെ, നൗ ഇറ്റ്സ് കറക്റ്റ്. ഇപ്പോൾ നമ്മൾ ആ ഗൈഡ് ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് വയ്ക്കുന്നു, 20% ആക്കുന്നു. എന്നിട്ട് നമ്മളതിനെ ലോക്ക് ചെയ്യുകയാണ്. ഗൈഡ് ലെയറിനെ 20% ആക്കുന്നു. ഇനി അതിനെ ലോക്ക് ചെയ്യുന്നു. ഇനി ഞാൻ നമ്മളുടെ ടെക്സ്റ്റിനെ കൊണ്ടുപോയി അതിൻ്റെ പൊസിഷനിൽ വെക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പൊസിഷനിൽ അതിനെ വെച്ച് കഴിഞ്ഞു. ഇനി ടെക്സ്റ്റ് ബോക്സിനെ എനിക്ക് ചെറുതാക്കി വയ്ക്കാവുന്നതാണ്. ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഞാനൊന്ന് Ctrl+0 ഫിറ്റിംഗ് കൊടുത്തു. അടുത്തതായി എനിക്ക് ഇതിനൊരു ക്യാപ്ഷൻ, മറ്റൊരു സബ് ക്യാപ്ഷൻ എന്ന് പറയാവുന്ന ഒരു വരിയുണ്ട്. അതിനെ എടുത്തിട്ട് അതിൻ്റെ പൊസിഷനിൽ മാറ്റി ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ആൾട്ട് പ്രസ് ചെയ്യുന്നു. ഇവിടെ അതിനെ കൊണ്ടുവന്നു. അതിനെ എനിക്ക് ക്യാരക്ടർ പാലറ്റ് എടുക്കുന്നു, Ctrl+T, അതിനെ വലുതാക്കുന്നു.
അതിൻ്റെ ഫോണ്ട് ലൈറ്റ് കണ്ടൻസറാണ്. അതിൻ്റെ ഫോണ്ട് വലിപ്പം കൂടുതലാണ്. ഇപ്പോൾ അത് കറക്റ്റ് ആയിരിക്കുകയാണ്. ബിക്കോസ് ബിസിനസ് ഈസ് പേഴ്സണൽ. ഓക്കെ, അതും ശരിയായിരിക്കുകയാണ്. ഇനി എനിക്ക് അതിൻ്റെ ബോഡി കോപ്പി ഉണ്ട്. ആ ബോഡി കോപ്പി ഞാൻ എടുക്കുകയാണ്. അത് എവിടെ വരെ എന്ന് നോക്കാം. ആസ് എ മുതൽ മാർക്കറ്റ് പ്ലേസ് വരെയാണ് അതിൻ്റെ അത് ഞാൻ എടുക്കുന്നു. അതും കട്ട് ചെയ്തെടുക്കുന്നു. ആൾട്ട് പ്രസ് ചെയ്യുന്നു. അവിടെ ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുന്നു. അതിൽ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോഴും എനിക്ക് ആദ്യം സംഭവിച്ച പോലെ തന്നെ ഓവർസെറ്റ് ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ടെക്സ്റ്റിനെ വലുതാക്കുന്നു. ടെക്സ്റ്റ് ബോക്സിനെ വലുതാക്കി. ഇപ്പോഴും എനിക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഹൈഫൻ കിടക്കുന്നുണ്ട്. ഇൻഡസ്ട്രീസ് ഇവിടെ കിടക്കുന്നു. അതുപോലെ മാർക്കറ്റ് ഇവിടെ കിടക്കുന്നു. ബാക്കി ഭാഗം താഴെ വരുന്നുണ്ട്. ഇതിൻ്റെ ഹൈഫനേഷൻ എനിക്ക് മാറ്റേണ്ടതുണ്ട്. ഹൈഫനേഷൻ മാറ്റണമെങ്കിൽ എനിക്ക് പാരഗ്രാഫ് പോയി കഴിഞ്ഞാൽ, പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അതിന് താഴെ ഒരു ഹൈഫനേറ്റ് എന്നുള്ള ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് കിടക്കുകയാണ്. അത് ഞാൻ മാറ്റുന്നു, അൺചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ പാരഗ്രാഫിൽ ഹൈഫനേഷൻ ഇരിക്കുകയാണ്. ഇനി എനിക്ക് അതിനെ ഫോണ്ടിനെ ഫോർമാറ്റ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഫോണ്ടിൻ്റെ പാലറ്റ് എടുക്കുന്നു. അവിടെ ആ പാരഗ്രാഫിനെ മൊത്തത്തിലായി സെലക്ട് ചെയ്യുന്നു. ഹെൽവെറ്റിക്ക ലൈറ്റ് കണ്ടൻസറാണ് ആ ഫോണ്ടും. ഹെൽവെറ്റിക്ക കണ്ടൻസർ. ഓക്കെ, അതിൻ്റെ പോയിന്റ് സൈസ് കുറവാണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ വരികളുടെ ബ്രേക്കിംഗ് അറിയുന്നതിന് വേണ്ടി എനിക്ക് വേണമെങ്കിൽ ഈ ബോക്സിനെ ഒരു കളർ കൊടുത്ത് എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അങ്ങനെ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊസിഷനിലേക്ക് വെക്കുന്നതായിരിക്കും ഉചിതം. അതുകൊണ്ട് ഞാൻ അതിനൊരു ബോക്സിൽ ഒരു കളർ ഫില്ല് ചെയ്യുന്നു. F5 ആണ് സ്വാച്ചസ് ആണ് ഞാൻ എടുക്കുന്നത്. F5 ആണ് സ്വാച്ചസിനുള്ള ഷോർട്ട് കട്ട്. F5 എടുക്കുന്നു. അതിൽ ഇവിടെ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. ടൈപ്പ് അല്ല എനിക്ക് ആവശ്യം. ഞാൻ ബോക്സിലാണ് കളർ കൊടുക്കുന്നത്. അതുകൊണ്ട് ബോക്സ് അല്ലെങ്കിൽ യെല്ലോ കളർ കൊടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ഗൈഡ് ലെയറിനെ ഒന്ന് വീണ്ടും പഴയതുപോലെ അതിൻ്റെ ഒപ്പാസിറ്റി കാണുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ എനിക്കത് കൃത്യമായി കാണാവുന്നതാണ്. സോറി, അത് മൂവ് ചെയ്തു പോയി. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ലോക്ക് ചെയ്യുന്നു ഞാൻ. ഇപ്പോൾ എൻ്റെ ലൈൻ ബ്രേക്കിംഗ്സ്, റോക്കേഴ്സ് അലൈക്ക് അത് കറക്റ്റാണ്. ഫ്യൂ കറക്റ്റാണ്. പാർട്ട്നേഴ്സ് ഓഫ് അത് കറക്റ്റാണ്. വിഷസ് കറക്റ്റാണ്. ദം കറക്റ്റാണ്. ഫുൾ സ്റ്റോപ്പ്. ഇവിടെ ഇൻഡസ്ട്രീസ് കറക്റ്റാണ്. ഇൻഡസ്ട്രീസ് കോമ മാർക്കറ്റ് പ്ലേസ്. ഓക്കെ, എൻ്റെ ബ്രേക്കിംഗ് കറക്റ്റാണ്. ഞാൻ ഈ കളർ നൺ കൊടുക്കുന്നു. അവിടെ വീണ്ടും പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കുറെ കൂടി വലുതാണ്. ടെക്സ്റ്റ് വലുതായിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ ഒരു ബ്രേക്കിംഗ് ലൈൻ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. വിഷസ് നീഡ്സ് കറക്റ്റാണ്. ഓക്കെ, ഒരു പോയിന്റ് കൂടി കുറയ്ക്കണം. പോയിന്റ് കുറയ്ക്കുന്നു. ഹെഡിങ് കുറയ്ക്കുന്നു. യെസ്, ഇറ്റ്സ് പെർഫെക്റ്റ്. ഇപ്പോൾ ഞാനത് ഫോർമാറ്റ് ചെയ്തിരിക്കുകയാണ്. ടെക്സ്റ്റിൻ്റെ ബോക്സിൻ്റെ സൈസ് കുറയ്ക്കുന്നു. ഇപ്പോൾ അത്രയും ടെക്സ്റ്റ് നമ്മൾ 3 ടെക്സ്റ്റ് ബോക്സും ആ ഇമേജസും നമ്മൾ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ഫോർമാറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാവുന്നതാണ്.